എറിയുക, ആവോളം എറിയുക. ഒന്നും ചെയ്യാത്തവരല്ലേ എറിയുന്നേ, എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. എനിക്ക് സന്തോഷമാണ്. ദൈവം ഇതുവരെ നിങ്ങളെ നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇപ്പം ഞങ്ങളെ കൂടെ നിന്ന സോഷ്യൽ മീഡിയയിലെ ആളുകളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സ്നേഹവും പറയുകയാണ്. ഈ ദിവസത്തെ ആരാധനയിലും നിങ്ങൾ പങ്കെടുത്തല്ലോ. ഞങ്ങളുടെ കൂടെ ഉള്ളതിന് പ്രത്യേകമായി നന്ദിയും സ്നേഹവും വിശേഷത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആരാധനയിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട കെ തോമസ് പാസ്റ്റർ, ജെയ്സ് പാണ്ടനാട്, ആ സമയങ്ങളൊക്കെ നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ആ കർത്തൃദാസന്മാർ മുൻപിലുണ്ടായിരുന്നു. അവർക്ക് വിശേഷാൽ വന്ദനം പറയുന്നു. നമുക്ക് പത്രപ്രസ്താവനയും പത്രക്കുറിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരു പ്രശ്നത്തിൻ്റെ മുമ്പ് നിൽക്കാൻ വലിയ പ്രയാസമാണ്. പ്രശ്നത്തിന് മുമ്പ് നിന്ന് കർത്തൃദാസന്മാരെ ബിഗ് സല്യൂട്ട് ചെയ്യുകയാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വേണ്ടി വന്ന പ്രിയപ്പെട്ട ബാബുചാൻ, പ്രിയ കർത്തൃദാസന്മാർ, വിശേഷാൽ അനിൽ പാസ്റ്റർ വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം ബൈബിൾ കത്തിച്ച ആളാണ്. ബാക്കിയൊക്കെ അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുന്നില്ല. വിശേഷാൽ ASSCയുടെ നാഷണൽ കോർഡിനേറ്റർ ഇന്ന് ആരാധനയിലുണ്ട്. സജി ജേക്കബ്, തന്നെ സജിയാണോ സോജി ജേക്കബ്, അദ്ദേഹം നമ്മോട് കൂടെ ഉണ്ട്. അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വന്നതാണ്. ഒരു സഭ, ഒരു നല്ല ക്ലാപ്പ് അദ്ദേഹത്തിന് കൊടുത്താട്ടെ. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെയെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട റോയ് പാസ്റ്റർ, നിരവധി കർത്തൃദാസന്മാർ, നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുകയാണ്. വിശേഷാൽ അധികാരസ്ഥാനത്തുള്ള ചില ആളുകൾ ഇവിടെയുണ്ട്. പേരെടുത്ത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പേരുകൾ എടുത്ത് പറയുന്നില്ല. ഇന്നലെ വൈകിട്ട് ASSCയുടെ നാഷണൽ കോർഡിനേറ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് നിങ്ങളുടെ ആരാധനയിലേക്ക് പങ്കെടുക്കണം. ഞാൻ വരുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ ഈ പ്രശ്നം അറിഞ്ഞ നിമിഷം മുതൽ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് അദ്ദേഹത്തെ കേന്ദ്രത്തിൽ നിന്ന് നാട്ടിലേക്ക് വിട്ടതാണ്. നമ്മുടെ പ്രശ്നത്തിൻ്റെ നിജസ്ഥിതികൾ അറിഞ്ഞ് റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ അവർ നമ്മോട് ചെയ്യുന്ന എല്ലാ സ്നേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കാരും ശത്രുക്കളല്ല. ഞങ്ങൾക്കിവിടെ ആരും ശത്രുക്കളില്ല. ബഹുമാനപ്പെട്ട ആതിരമ്മാടം ഉൾപ്പെടെ ഞങ്ങളുടെ സ്നേഹിതരാണ്. അവർക്ക് ഞങ്ങളോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല. ഇതിൻ്റെ പിൻപിൽ BJP ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൻ്റെ പിൻപിൽ പൈശാചിക ശക്തിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾക്ക് മാനുഷികമായ ആരോടും ഒരു വൈരാഗ്യവുമില്ല. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തത്തോടല്ല. ഞങ്ങൾ സമരമുണ്ടാക്കുന്നവരല്ല. ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നവരല്ല. ഞങ്ങൾ യേശുവിനെ പ്രകീർത്തിക്കുന്നവരാണ്. ഞങ്ങൾ ഈ പ്രകീർത്തിക്കുന്നത് എഴുതിയല്ല പ്രകീർത്തിക്കുന്നത്. ഞങ്ങളൊരു ആരാധനയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ ഞങ്ങൾ ഏത് സ്ഥലത്തും യേശുവിനെ ആരാധിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയുക. പ്രിയപ്പെട്ട കർത്തൃദാസൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. ഇത് പറയാൻ എളുപ്പമാണ്, അനുഭവിക്കാൻ പ്രയാസം. പറയട്ടെ സ്നേഹിതരെ, കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ രാവിലെ വരെ ആകെ ഞാൻ ഉറങ്ങിയിട്ടുള്ളത് ഒരു 4 മണിക്കൂറാകാം. ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ കമൻറ്റ് പറയാനും കാര്യങ്ങൾ പറയാനൊക്കെ വലിയ എളുപ്പമാണ്. ആ സമയങ്ങളൊക്കെ എൻ്റെ അകത്ത് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങി. ഞാൻ നിർഭയമായി വസിക്കും. ഞാൻ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ 3 കുഞ്ഞുങ്ങളും മുഴങ്കാലിരുന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു രാത്രി ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മൂത്ത കുഞ്ഞ് മുറിക്കകത്തിരുന്ന് നല്ല മുറയിട്ട് കരയുക. ഞാൻ കുറച്ച് സമയം അവൻ്റെ അടുത്തേക്ക് ഇരുന്നു. ഞാൻ ചോദിച്ചു, വിഷമമുണ്ടോ? എന്നോട് പറഞ്ഞു, ഇല്ല ഡാഡി, യേശു നമ്മുടെ കൂടെ ഉണ്ട്. സ്നേഹിതരെ, സഭ കൂടെ നിന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ അമ്മമാർ, ഞങ്ങളുടെ പെങ്ങന്മാർ, ഞങ്ങളുടെ അപ്പന്മാർ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ, നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ശനിയാഴ്ച വെളുപ്പിനെ എനിക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ, ആരാധനയ്ക്കെതിരെയുള്ള തടസ്സങ്ങൾ ആദ്യമായിട്ടല്ല. ഞാൻ ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റി. എൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറി കഴിയുമ്പോൾ ഞാനൊരു സാക്ഷ്യം പറയും. അതുവരെ ഞാൻ ഈ സാക്ഷിയെല്ലാം ഹോൾഡ് ചെയ്ത് എൻ്റെ അകത്ത് വയ്ക്കും. നിങ്ങൾക്കറിയാമോ, റോഡിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത അപ്പന്മാരെ, അമ്മമാരെ, കഴിഞ്ഞ ദിവസം ഒരപ്പനെ എടുത്തുകൊണ്ട് വന്ന്
അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ വയ്ക്കും. അദ്ദേഹത്തിന് TB ആണ്. TB ഉള്ള ആളിൻ്റെ അടുത്ത് പോയാൽ ഈ ചെല്ലുന്ന ആൾക്ക് TB പകരും. അദ്ദേഹത്തിന് TB ആയതുകൊണ്ട് ആരും എടുക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ ഷേവ് ചെയ്തു, അദ്ദേഹത്തിന് ഫുഡ് വാരിക്കൊടുത്തു. കല്ലെറിയുന്നതിന് കുഴപ്പമില്ല, എറിയുക, ആവോളം എറിയുക. ഒന്നും ചെയ്യാത്തവരല്ലേ എറിയുന്നേ, എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. എനിക്ക് സന്തോഷമാണ്. ദൈവം ഇതുവരെ നിങ്ങളെ നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇപ്പം ഞങ്ങളെ കൂടെ നിന്ന സോഷ്യൽ മീഡിയയിലെ ആളുകളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സ്നേഹവും പറയുകയാണ്. ഞാൻ ഈ സാക്ഷ്യമെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളോട് പറയും എന്തൊക്കെയാണ് അനുഭവിച്ചേ, എന്തൊക്കെയാണ്. നിങ്ങൾക്കറിയാമോ, ലൈഫിൽ ഭയങ്കര ത്രട്ടാണ്. കൊന്നുകളയൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച 100 കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച ആളുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ ആളുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുന്ന ആളിനോട് പറഞ്ഞു, മോനിവിടെ നിൽക്കുക, മോനിവിടെ നിന്നോ, ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോയി വരാം. എനിക്കറിയാം എൻ്റെ ധൈര്യം എന്തെന്നറിയോ, യേശു എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ദൈവം അറിയാതെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ദൈവത്തിൻ്റെ ഉള്ളം കൈ സുരക്ഷിതനാണ്, അതെൻ്റെ ബോധ്യമാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ആളുകൾ എന്ത് കള്ളവും പറയും. കള്ളം പറയാൻ അവർക്ക് മടിയില്ല. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല, ആളുകൾ കള്ളം പറയില്ല എന്നൊന്നും എനിക്കറിയില്ല. സത്യസന്ധമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്താമാധ്യമം ഇങ്ങനെ തുടർമാനമായിട്ട് എല്ലാം അയോധ്യയിൽ ഇവിടെ പ്രശ്നമുണ്ട്. ഒരു കുഞ്ഞിനെ അമ്മയാണോ അംഗനവാടി ടീച്ചറാണെന്ന് ആദ്യം വന്ന യൂട്യൂബിൽ നിങ്ങൾ കണ്ടതാണ്. അംഗനവാടി ടീച്ചർ നിലത്തിട്ട് ആ കുഞ്ഞിനെ ചവിട്ടുന്നേ കണ്ടു. ഇവിടുത്തെ ആരും കൊടി പിടിച്ചത് കണ്ടില്ല. ഇവിടുത്തെ ഒരു മാധ്യമവും ഇതിൻ്റെ പുറകെ പോയത് ഞങ്ങളിത് കണ്ടില്ല. ഒരു ചെറിയ കാര്യം എന്താണ്? 2 കുഞ്ഞുങ്ങൾ തമ്മിലുണ്ടാക്കിയ അടി. ഇതിൻ്റെ കാര്യകാരണങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞു. കാര്യം ഇതൊന്നുമല്ല, ഇതിൻ്റെ കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനൊരു അഭിഷക്തനാണ്, എനിക്കാരെയും താഴ്ത്തിക്കെട്ടാൻ ഇഷ്ടമില്ല. എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ താഴ്ത്തിക്കെട്ടില്ല. ഒരു സഹോദരി ഇവിടെ നിന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു സഹോദരി എല്ലാ ലഹരിയും ഉപയോഗിക്കുന്ന ഒരു സഹോദരിയാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ മുഴുവൻ തെളിവുമുണ്ട്. പുറത്തു വിടാൻ ഇപ്പോൾ ഞാൻ സന്നദ്ധപ്പെടുന്നില്ല. നിങ്ങൾ വിധിക്കുന്നതിന് മുൻപ് 100 തവണ ആലോചിക്കണം, ഇതെന്തിനാ ചെയ്യുന്നത്. ഇനി കേൾക്കണ്ടേ, വെളുപ്പിനെ 3:30 മണിയാകുമ്പോൾ ഇവിടുത്തെ പ്രമുഖ ചാനലിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നു. പാസ്റ്റർ ഉറങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങിയില്ല. പാസ്റ്ററെ, കഴിഞ്ഞ ഞായറാഴ്ച നാളെ ആരാധനയുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. നാളെ ആരാധനയ്ക്ക് വരരുത്. ലക്ഷ്യം നിങ്ങളെയാണ്. നിങ്ങളെ ആരാധിക്കാൻ അവർ സമ്മതിക്കില്ല. നിങ്ങളുടെ പള്ളി അവർ പൂട്ടും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചത് മാനുഷികമെങ്കിൽ തകരും, ദൈവികമെങ്കിൽ നിൽക്കും. ചേട്ടാ, എൻ്റെ അകത്തെ ഉറപ്പ്, ചേട്ടാ നല്ല സാറേ എന്നാ വിളിച്ചേ, സാറേ എൻ്റെ അകത്തെ ഉറപ്പ്, ദൈവം കൂടെ ഉണ്ടല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാൻ എന്നും വരുന്ന സമയത്ത് ആരാധനയ്ക്ക് വരും. ഞങ്ങളുടെ സഹോദരങ്ങൾ ബൈബിളും ഒക്കെ ഞങ്ങളുടെ മാത്യു പാസ്റ്റർ എന്ത് ചെയ്യും? മാത്യു പാസ്റ്റർ എല്ലാവരും ട്രോളുന്നേ. പാസ്റ്റർ ഭാരതാംബയെ വിളിച്ചെന്ന, ചേട്ടാ ഇവിടുത്തെ ഒരു പ്രമുഖ ചർച്ചിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയാമോ? ഇദ്ദേഹം ആരാന്നറിയാമോ? കപ്പൂച്ചൻ അച്ഛനാകാൻ പോയി കുപ്പായ ഊരി യേശുവിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യനാണ്. നോർത്ത് ഇന്ത്യയിലുള്ള പ്രതിസന്ധികൾ മുഴുവൻ അനുഭവിച്ച് യേശുവിന് വേണ്ടി മുമ്പിൽ അലറിക്കരഞ്ഞ് അദ്ദേഹം ഇവിടെ വരുമ്പോൾ വീൽ ചെയറിലൊരു കുഞ്ഞുമായിട്ടാണ് വരുന്നത്. ഈ പ്രതിസന്ധികളുടെ ദിവസങ്ങളെല്ലാം താനിവിടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ, മുട്ടുകുത്താൻ. ഞങ്ങളുടെ ആയുധം പ്രാർത്ഥനയാണ്, വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് എൻ്റെ ചിന്ത ബൗച്ച, എൻ്റെ ചിന്ത ഇവരാരും ഒന്നും ചെയ്തൊന്നും എനിക്ക് ചിന്തയില്ല. എൻ്റെ ചിന്ത പിശാദിൻ്റെ ഒരു പണിയായിരുന്നു. പക്ഷെ പിശാച് തോറ്റുപോയി. ഈ എന്നോട് കർത്താവ് പറഞ്ഞത് എന്നാന്നറിയോ? പിശാചിന് ശരിക്കും ബുദ്ധിയില്ല, തോറ്റുപോയി. യേശു നമ്മളെ ജയിപ്പിച്ചു. അന്ന് നമുക്ക് ആരാധിക്കാൻ പറ്റി. അത് കർത്താവ് കൂടെ ഉള്ളോണ്ടാ. നിങ്ങളുടെ കൂടെ മാംസഭുജങ്ങളെ ഉള്ളൂ.
ഞങ്ങളുടെ കൂടെ യുദ്ധങ്ങൾ ചെയ്യുന്ന ദൈവമുണ്ട്. അവരുടെ കൂടെ മാംസഭുജങ്ങളെ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ യുദ്ധങ്ങൾ ചെയ്യുന്ന ദൈവമുണ്ട്. കേട്ടവരാ കൈ അടിച്ച ദൈവത്തിനൊരു ആമേൻ പറ. ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലെയും കർത്തൃദാസന്മാർ, സ്നേഹിതരെ, ഒരു വാക്കൂടെ, ഞങ്ങൾക്ക് സഭ ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ചർച്ച ഉണ്ട്. ദൈവം ഞങ്ങളെ ഒത്തിരി നടത്തി, ദൈവം ഞങ്ങളെ പരിപാലിച്ചു. അനിൽപാസ്റ്ററെ, ദുബൈയിലൊക്കെ ചർച്ച ഞങ്ങൾക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ദുബായ് പാനിടുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത. ജർമ്മനി ചർച്ചുണ്ട്, സൗദി ചർച്ചുണ്ട്, ഖത്തറിൽ ചർച്ചുണ്ട്, നോർത്ത് ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ചർച്ചുണ്ട്, കേരളത്തിൽ ഇഷ്ടം പോലെ ചർച്ചുണ്ട്. ഞങ്ങൾ അക്വേറിയത്തിൽ നിന്ന് മീൻ പിടിക്കുന്നവരല്ല. ഒരു സഭ പൊട്ടിച്ച് വേറൊരാളെ കൊണ്ടുപോയി, എനിക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടമല്ല. സഭ ദൈവത്തിൻ്റെയാ. ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടുത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേര് പിന്മാറി നിൽക്കുക, എലോഹിമിൻ്റെ ബ്രാഞ്ച് തുടങ്ങാമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ ബ്രാഞ്ച് തുടങ്ങാൻ വന്നല്ല ഞാൻ. സഭ ഒരു കർത്തൃദാസൻ കണ്ണുനീരൊഴുക്കി ചോരയും നീരും ഒക്കെ കൊടുത്ത് അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സഭയെ പൊട്ടിക്കുന്ന പണിയല്ല എൻ്റേത്, സഭയെ ചേർത്ത് പിടിക്കുന്ന പണിയാ. ഈ കർത്തൃദാസൻ ധീരതയോടെ നിന്നു ദൈവത്തിന് വേണ്ടി. അദ്ദേഹത്തിന് ക്ലാപ്പ് കൊടുത്തേ. ഇനിയും ബാക്കി അദ്ദേഹത്തിന് ഇച്ചിരി ആവേശം കൂടിപ്പോയോ എന്നെനിക്കറിയത്തില്ല. പുള്ളി ഈ ഭാരതമാതാവേ എന്ന് വിളിച്ചത്, ഭാരതം നമ്മുടെ അമ്മയാണെന്നൊരു കൺസെപ്റ്റിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറയാം. അദ്ദേഹം മിലിറ്ററിയിലും ജോലി ചെയ്തിട്ടുള്ളയാളാണ്. ഒരു കാര്യം കൂടെ, പക്ഷേ ഞാനിത് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഒരാരാധനയിൽ ഇതുപോലത്തെ ആളുകൾ കയറി അടിക്കാൻ ചെന്നു. പോലീസുകാരും കൂടെ. ഇത് ഛത്തീസ്ഗഡിലാണ് എന്നെ അന്നേ അറസ്റ്റ് ചെയ്തേനെ. ശരിക്കും അവിടെ നിയമം, കന്യാസ്ത്രീമാരെ പിടിച്ചുകൊണ്ട് പോയില്ലേ? അങ്ങനെ നിയമമൊന്നുമില്ല. ഇത് കേരളമാണ്, ഇവിടെ നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാത്തത്. ഇനിയും ബാക്കിയൂടെ കേട്ടോ. ഛത്തീസ്ഗഡിൽ ആരാധനയ്ക്ക് ചെന്നപ്പോൾ അവിടുത്തെ വിശ്വാസികളെല്ലാം കുറച്ചു നേരം പാട്ടൊക്കെ പാടിയിട്ട് പറഞ്ഞു, മോദിക്ക് ജയ് വിളിച്ചു. ആർക്ക്? മോദിക്ക് ജയ് വിളിച്ചു. വന്ന പോലീസുകാർക്ക് മനസ്സിലായി ഇരിക്കുന്ന ഈ വിശ്വാസികളെല്ലാം മോദിയുടെ ആൾക്കാരാ. ആടാളാ. അന്നേരം പോലീസ് പറഞ്ഞു, നിങ്ങൾ ആരാധിച്ചോ, ഒരു കുഴപ്പമില്ല, ആരാധിച്ചോളൂ. ഇത്രയേ പറഞ്ഞോളൂ. മോദിക്ക് 2 ജയ് വിളിച്ചു, യേശുവിനെ കുറിച്ചും പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു, ഈ പോലീസുകാർക്ക് മനസ്സിലായില്ല ഇതിനകത്ത് ആരാ മോദിയുടെ ആള്, ഇത് ഈ വന്നവരാണോ നിൽക്കുന്നത്. ഇതൊക്കെ ഒരു വിവേകമാണ്. അത്രേ ചെയ്തുള്ളൂ. ആവേശത്തിൽ ആൾ വിളിച്ചു. ഞങ്ങൾ പ്ലാൻ ചെയ്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ചത്താലും യേശുവിനെ ആരാധിക്കണം. ദൈവസഭയിലെ കർത്തൃദാസന്മാരെ വിമർശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിയുക, ഈ ഓമൽ ഒരു പ്രമുഖമായ സ്ഥലമാണ്. ഈ കമൻസ് ഒക്കെ നിങ്ങളൊന്ന് വായിക്കുക. ഇതിനെ തൊട്ടടുത്ത് ഇവിടെ ഒരു പ്രതിസന്ധി നടന്ന 8 വർഷം മുൻപ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. അത് അവിടെ എതിർക്കാൻ നിന്നത് ഇവിടുത്തെ ഓർത്തഡോക്സ് സഭയാണ്. പക്ഷെ അവർക്ക് തിരിച്ചു പോകേണ്ട വന്നു. ഈ വന്ന ആളുകൾ വിചാരിച്ചത് നമ്മൾ വന്ന ഓർത്തഡോക്സുകാരെ പോലെയാണെന്ന്. അല്ലല്ലല്ല, ഞങ്ങൾ ആരാധിക്കാൻ ജീവൻ വേണേ വെച്ചു കൊടുക്കും. യേശുവിനെ സ്തുതിക്കാൻ ജീവൻ വേണേ വെച്ചു കൊടുക്കും. യേശുവിന് വേണ്ടി ആയുസ് വെച്ചു കൊടുക്കും. വേണമെങ്കിൽ ജീവൻ വെച്ച് ഈ രാജ്യം നേടാൻ, ദൈവരാജ്യം നേടാൻ, രക്തമെടുക്കാൻ, ജീവൻ ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടാൻ പോവാ. എനിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരിടത്ത് പിടിയുണ്ട്. ആ പിടി ഉയരത്തിലാണ്. വേറെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമുള്ളത് കൊണ്ടല്ല, യേശുവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാ കഴിഞ്ഞ ഞായറാഴ്ച ദൈവം കൂടെ നിന്നത്, കഴിഞ്ഞ ഞായറാഴ്ച ദൈവം നടത്തിയത്. പിന്നെ 1-2 പാസ്റ്ററെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഈ ആവേശത്തിൽ തന്നെ നിൽക്കും നമ്മൾ. നിങ്ങളൊരു ക്ലാപ്പ് കൊടുക്കും പാസ്റ്റർ. എല്ലാവരും വിമർശിച്ചപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ചാണേ. അത് എന്തോതിനു വേണ്ടിയാ ഈ പറഞ്ഞൊക്കെ? നെഞ്ചത്തൊക്കെ അടിച്ച് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക മനോരമ ന്യൂസിൽ കൂടെ. അവിടെ നിന്ന് നെഞ്ചത്തിടിക്കുന്നു, മുഖമൊക്കെ അങ്ങ് ചുമന്നു. അപ്പം എൻ്റെ പേടി പുള്ളിക്ക് BP കൂടിയോ എന്നുള്ള പേടിയാ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടെ തന്നെയുണ്ട്. ഞാനവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. എല്ലാവരും പറഞ്ഞു ഞാൻ മുങ്ങിയെന്ന്. എടാ, ഞാൻ ഇന്ന് വരെ മുങ്ങിയിട്ടില്ല. എവിടെ പോകാനാ? മുങ്ങിയാൽ എവിടം വരെ പോവും? യേശുവിന് വേണ്ടി ചാവാൻ ഇറങ്ങിയ ഞാൻ ശരിക്കും ചാവാൻ ഇറങ്ങിയ ദൈവത്തിന് വേണ്ടി.
ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ ചോദിച്ചു എന്തുകൊണ്ട് എലോഹിം, എന്തുകൊണ്ട് ബിനു വാഴമുട്ടം? ഉത്തരം പറയട്ടെ. ഇവരെ തുടങ്ങിയത് ഗ്രഹാം സെൻസിനെയും 2 മക്കളെയും കൊന്നിട്ടാ. വൈ ഗ്രഹാം സെൻസ്, വൈ തിമോത്തി, വൈ ഫിലിപ്പ്? നിങ്ങൾക്കറിയാമോ, അവർ ഫിലിപ്പിനെയും തിമോത്തിയെയും ഗ്രഹാം സെൻസിനെയും കൊന്ന് അവിടുന്ന് തുടങ്ങുക പള്ളികൾ പൊളിക്കാൻ. എലോഹിമിന്റെ ആരാധന തടയുമ്പോൾ ചിരിക്കരുത്. നാളെ ചർച്ച് ഓഫ് ഗോഡിന്റെ മുറ്റത്തിവർ വരും. മറ്റന്നാൾ IPCയുടെ മുറ്റത്തിവർ വരും. അതിൻ്റെ നാളെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മുറ്റത്തിവർ വരും. അതിൻ്റെ നാളെ കത്തോലിക്ക പള്ളിയുടെ മുറ്റത്തിവർ വരും. അതിൻ്റെ നാളെ അവർ ഓർത്തഡോക്സ് പള്ളിയുടെ മുറ്റത്ത് വരും. ഇതൊരു ഹിഡൻ അജണ്ടയാണ്, മറക്കരുത്. ഇത് കേരളമാണ്, പ്രബുദ്ധരായ ആളുകളാണ്. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയമായി വസിക്കും. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന സകല ദുഷ്ടവ്യാപാരങ്ങളെ പൊട്ടിച്ചു കളയാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് ചില ആളുകളുടെ ടാർഗറ്റാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ആരാധനയിൽ ബ്രാഹ്മണ സമുദായത്തിലുള്ള ആളുകളുണ്ട്. എനിക്ക് ശരിക്കും അറിയത്തില്ല ഇവർ ബ്രാഹ്മണരാണെന്ന്, ഇതുവരെ അറിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഒത്തുകൂടി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഏത് മതത്തിൽ നിന്ന് വിശ്വാസി വന്ന? അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പൂണുലിട്ട ബ്രാഹ്മണനാണ് ഞാൻ ചോദിച്ചു എന്നാ പറയാഞ്ഞേ? പാസ്റ്റർ ചോദിച്ചില്ലല്ലോ. സ്നേഹിതരെ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക. ഞങ്ങൾക്ക് ഉയർത്താൻ ആകെയുള്ള ഒരു നാമം യേശു എന്ന നാമമാണ്. മറ്റൊരു നാമവും ഞങ്ങൾക്കില്ല. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഞാൻ അനുഭവങ്ങളൊക്കെ ഒത്തിരി എനിക്ക് പറയണമെന്നുണ്ട്. ഒത്തിരി അനുഭവമുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ ആ സമയങ്ങളൊക്കെ എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം നമ്മുടെ കത്രദാസൻ യൂട്യൂബ് ചാനൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ധീരയായ വനിത ഉണ്ട്. എന്തോ തന്നെ ഒരു പെൺപുലിയുണ്ട്. പുള്ളിക്കാരി പുലിയാണോ സിംഹമാണോ ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ ഞായറാഴ്ച 7 മണിയായപ്പോൾ ചുരിദാറിട്ടിക്കുവോ. ഞാൻ ചോദിച്ചു എവിടെ പോവാ? ആരാധനയ്ക്ക് പോവാ. ഞാൻ ചോദിച്ചു 7 മണിക്കല്ലല്ലോ ആരാധന, 9 മണിക്കല്ലേ? അല്ല, ഇന്ന് ഇച്ചിരി നേരത്തെ പോവാ. ഒരാരാധനയൊന്നും പിന്മാറാതെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു വാക്കൂടെ. അത് ഞാൻ അടുത്ത ദിവസം സമർത്ഥമായിട്ട് യൂട്യൂബിൽ കൂടെ പറഞ്ഞോളാം. ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഞാനിപ്പോൾ വിളിച്ചാൽ എല്ലാ മാധ്യമവും വരും. സത്യമല്ലേ? ഇവിടെ മാധ്യമങ്ങൾ എൻ്റെ ബൈറ്റ് എടുക്കാൻ പുറകെ നടക്കുക. അത് കൃപ. ഈ വർഷം നമ്മൾ 3000 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. ഒത്തിരി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സഹായം നമ്മൾ കൊടുക്കുന്നു. ഇതെല്ലാം ദൈവം നമുക്ക് ചെയ്ത ദൈവത്തിൻ്റെ ഒരു 15 മിനിറ്റ് ദൈവം എനിക്ക് തന്ന സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ട് തുടങ്ങുന്നു.